കേരളത്തിലെ ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും പറ്റപ്പരാജയത്തിൻ്റെ വക്കിലാണ്. കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ അപകടം നടന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത് 1.5 മണിക്കൂർ വൈകി. അവിടെ വന്ന ആരോഗ്യമന്ത്രി പറഞ്ഞത്, വാർത്താമാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്, ഈ ബിൽഡിങ്ങിനുള്ളിൽ ആളഭയമില്ല, ആർക്കും ഒന്നും പറ്റിയിട്ടില്ല, ഈ ബിൽഡിങ്ങിനുള്ളിൽ ആളുകളില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ രക്ഷാപ്രവർത്തനം വൈകി. 1.5 മണിക്കൂർ അപകടം പറ്റിയ സ്ത്രീ അവിടെ കിടന്നു, മരണപ്പെട്ടു. ആർക്ക് പോയി? മുഖ്യമന്ത്രിക്ക് പോയോ? ആരോഗ്യമന്ത്രിക്ക് പോയോ? ഇവർക്കൊന്നും പോയിട്ടില്ല. പാവപ്പെട്ട ആ സ്ത്രീയുടെ കുടുംബത്തിനാണ് പോയത്. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം. ഇതിനനുയോഗ്യമായവരെ വെക്കണം. നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത്? രാജിവെച്ച് പുറത്തു പോകാൻ. നിങ്ങളാണെന്ന് പറഞ്ഞത് കപ്പൽ മുങ്ങിയിട്ടില്ല, ഇതിനൊരു കപ്പിത്താനുണ്ടെന്ന്. ഇന്ന് കപ്പലും മുങ്ങി, കപ്പിത്താനും മുങ്ങിയ രക്ഷയില്ല. ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജിലായിക്കോട്ടെ, കേരളത്തിലെ ചെറിയ ചെറിയ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലായിക്കോട്ടെ, മരുന്നിൻ്റെ ലഭ്യതയില്ല. രോഗികൾ പോയാൽ രോഗികൾക്ക് പുറത്തേക്കാണ് ബില്ലെഴുതി കൊടുക്കുന്നത്. മരുന്ന് ഇവിടെയില്ല, മരുന്ന് പുറത്തു നിന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞിട്ട്. ഇന്ന് കേരളത്തിലെ ആരോഗ്യവകുപ്പ് തല കീഴായിട്ടാണ് നിൽക്കുന്നത്. എവിടെ എത്തി? ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? ഈ പരിഹാരം വേണമെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഈ മേഖല കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം. ഇവിടെ ജനങ്ങളുടെ ജീവനാണ് വിലപ്പെട്ടത്. ജനങ്ങളുടെ ജീവന് സർക്കാർ വില കൽപ്പിക്കണം.